ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവള് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള ഇത്ര ഉള്ളൊരു ട്രോഫി മുതൽ 1ാം ക്ലാസ്സിൽ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. ഞാൻ ഏട്ടന് സഹിക്കണത് എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു. മണിമാല കുതിരപ്പാവ് എനിക്ക് കയറണോന്ന്. അതായത് അദ്ദേഹം പറഞ്ഞു ചോട് ഇതൊക്കെ എന്നുള്ള സീൻ കട്ട് ചെയ്താ. എല്ലാവർക്കും നമസ്കാരം. രാജലക്ഷ്മിയാണ്. ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലെ പറഞ്ഞേ ചുറ്റിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറന്നേ. കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം അമ്മയാണ് ഈ ഒരു രംഗത്തേക്ക് എന്നെ കൊണ്ടുവന്നത്. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയുടെ കുട്ടിക്കാലം ഒക്കെ പ്രൊഫഷണലായിട്ട് ഗാനമേളകളിലും നാടകങ്ങളിലും ഒക്കെ പാടുമായിരുന്നു. പഴയ CO ആൻഡോ, തോപ്പിൽ ആൻഡോ എന്നൊക്കെ പറഞ്ഞ കൊച്ചിയിലെ പാട്ടുകാരുടെ കൂടെയൊക്കെ അമ്മ പാടിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുകൊണ്ട് അമ്മയ്ക്കൊരു പാട്ടുകാരിയാവാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പാടാൻ ഒരു കഴിവ് അമ്മ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ മകളെ എന്തായാലും ഒരു പാട്ടുകാരിയാക്കണം എന്നമ്മ വിചാരിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ എന്താ പറയുക, ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ അമ്മ തന്നെയാണ്. വിവാഹം കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഇതാണല്ലോ, ഇനി എന്തായിരിക്കും. കാരണം അതുവരെ ഓക്കെ അമ്മ കൊണ്ടുപോയി, ഇനിയിപ്പം അപ്പം അത് ഒരു കൃത്യമായൊരു കൈകളിലേക്കാണ് ഞാൻ എത്തിയത്. ഹസ്ബൻഡ് കോളേജ്, അദ്ദേഹത്തിൻ്റെ സ്കൂൾ കോളേജ് കാലം മുതൽ എന്താ പറയുക, ആർട്ടിനോട്, കലാസാംസ്കാരിക പ്രവർത്തനങ്ങളോടും കലാകാരന്മാരോടൊക്കെ വളരെ അടുപ്പമുള്ളതും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അഭിരാം എന്നാണ് പേര് ഹസ്ബൻഡിൻ്റെ. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയായിട്ട് വരുമ്പോൾ നോർമലി അത് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. അത്തരത്തിലുള്ളൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മോൻ, അവനും ഈ പറഞ്ഞ വളരെ ചെറിയ പ്രായം തൊട്ട്, അവൻ ജനിച്ച് നിസ്സാരം ദിവസങ്ങൾ തൊട്ടേ ഞാൻ പ്രോഗ്രാമിനും റെക്കോർഡിങ്ങിനൊക്കെ അവനെ മാറി നിന്നും ഒക്കെ അവനും അതിൻ്റെ കൂടെ അഡ്ജസ്റ്റഡായി വളരെ ബ്ലെസ്ഡാണ് ഇങ്ങനെ ഒരു ഫാമിലി സപ്പോർട്ട് എനിക്ക് കിട്ടുന്നതിൽ. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും മോനെയും അവരെയും കൂടി നമുക്ക് വിളിക്കാം അല്ലേ. ഏട്ടാ വരൂ. ഹലോ, വെൽക്കം ടു ഊട്ടി. അങ്ങനെ എന്താണ് രാജലക്ഷ്മി ഒരു ഒറ്റവാക്കി നിർവഹണം? അത് ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരി, ലോകം മലയാളി അറിയപ്പെടുന്ന ഒരു പാട്ടുകാരി. അതിന് ശേഷമാണ് എൻ്റെ ഭാര്യയായത്. നമ്മൾ വളരെ കൊച്ചാണ് പോലെ ഞാനൊക്കെ എൻ്റെ ഒരു യൗവനകാലത്തിൽ ദൂരദർശൻ വഴി കണ്ടിരുന്ന ഒരു മ്യൂസിക് പ്രോഗ്രാം വഴി ഞങ്ങൾ വീട്ടിലെല്ലാം കണ്ടിരുന്ന, അങ്ങനെ എന്ന് വെച്ചാൽ ഭാവിയിൽ ഭാര്യയാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ആ മേരി ആവാസ് സുനോ എന്ന് പറയുന്നൊരു കോമ്പറ്റീഷൻ ആണ് ദൂരദർശനിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു ഇത്. അന്ന് ദൂരദർശനും DD2 മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് മലയാളത്തിൽ അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഹംസധ്വനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരുന്നത്. ഹംസധ്വനിയിൽ ഫസ്റ്റ് റൗണ്ട് പോലെ നമ്മുടെ വീട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്ന ആ സമയത്ത് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് പ്രത്യേകം കാണാൻ കാര്യം ഉണ്ണിച്ചേട്ടനാണ് അത് അവതരിപ്പിച്ചിരുന്നത്. ഉണ്ണിമേനോൻ എന്ന് പറഞ്ഞ പാട്ടുകാരൻ ഉണ്ണിമേനോനാണ് അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ചാനലുകളിലെ വാർത്താ പേപ്പറിൽ വരെ ഒന്നുമില്ല. ആ സമയം പോലെ പാട്ടുകാരി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭാവിയിൽ ഞാൻ ഒരു സംഗീത സംവിധായകൻ്റെ
പിന്നെ പ്രോഗ്രാമിന് കോർഡിനേറ്ററും മാനേജറും ഒക്കെ ആയി വന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു പ്രോഗ്രാമിന് വന്നാണ് കാണുന്നത്. അങ്ങനെയാണ് പിന്നെ അതാണ് പിന്നെ കല്യാണത്തിലേക്ക് എത്തുന്നത്. അതിന് മുമ്പ് മുതൽ ഇപ്പോഴും അന്നത്തെ ആ ഒരു പാട്ടുകാരി എന്നുള്ള റെസ്പെക്റ്റ് ഇപ്പോഴും ഉണ്ട്. ഭാര്യ എന്നുള്ള നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുമെങ്കിലും പാട്ടുകാരി തന്നെ എപ്പോഴും. രാജലക്ഷ്മി പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? രാജലക്ഷ്മി പാടിയ പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. ഒന്നും ഇഷ്ടമില്ലാതില്ല, എല്ലാം ഒരേപോലെ ഇഷ്ടമാണ്. എന്നാലും മനസ്സിൽ എപ്പോഴും എന്നാലും ഒരെണ്ണം പറയൂ. സ്വാഭാവികമായും ഒളിച്ചിരുന്നതിലോട്ടേ എത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിനൊക്കെ കാരണം ആ ഒരു പാട്ടാണ്. അത് നമ്മളൊരു അത് മാത്രമല്ല, ആ പാട്ടിന് കുറേ പോർഷൻസ് കുറച്ച് പാടുവാണ് പാടാൻ. അത് വേറെ പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് തന്നെ അത് നമ്മൾ ജയൻചേട്ടനും ഒരു നമ്മളെ ഈ ദൈനംദിന പ്രാർത്ഥനയിൽ എപ്പോഴും അദ്ദേഹവും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഇരിക്കുന്നതിന് കാരണം ആ ഒരു പാട്ട് തന്നെയാണ്. അതിനകത്തൊരു ഉറക്കമില്ല. രാജലക്ഷ്മി കഴിഞ്ഞ സമയത്ത് പറഞ്ഞ ഞാൻ പാട്ട് പാടുക മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് ചെയ്യുന്നതെന്ന്. എന്താണ് അത്? ഈ പറഞ്ഞതുപോലെ ഞാനൊക്കെ ഒരു വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടിൽ ചെറിയ പ്രായത്തിൽ വീട്ടിലെ കാര്യങ്ങൾ ചേട്ടനും അനിയനും നോക്കണേനേക്കാളും ഞാനാണ്. ഇപ്പോൾ ഒരു തേങ്ങ ഒതുക്കാൻ പറഞ്ഞാലും 5ാം ക്ലാസ് പോലെ നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്തിരുന്നത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സംഘാടനം എന്നുള്ളത് പൊതുവെ നമ്മളൊരു ബ്ലഡിൽ അങ്ങ് വന്നിരുന്നൊരു സംഭവമാണ്. സ്കൂളിലെ പരിപാടികൾ 8 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിലെ കലാപരിപാടികളോടും മറ്റ് NCC അങ്ങനെയൊക്കെ ഉള്ളതിൽ ചേർന്ന് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് വന്നപ്പം പിന്നെ കലാപരിപാടികൾ, കലോത്സവങ്ങളുടെ സംഘാടകനായി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വൈക്കത്ത് വെച്ച് MG യൂണിവേഴ്സിറ്റി കലോത്സവം, നിനവ് എന്ന് പറഞ്ഞൊരു അതാണ് പേര് കലോത്സവത്തിൻ്റെ. അപ്പോൾ അന്ന് ആ വർഷം ഞാൻ അന്ന് സെൻറ്റ് തെരേസസ് കോളേജിൽ പഠിക്കുകയാണ് എറണാകുളത്ത്. എനിക്ക് ലളിത സംഗീതത്തിന് 1ാം സ്ഥാനം കിട്ടുകയും ചെയ്തു. അപ്പോൾ അന്ന് അങ്ങനെ അതിൻ്റെ ഒരു ട്രോഫി ഉണ്ടായിരുന്നു, നിനവ് എന്ന് എഴുതിയൊരു മൊമെൻറ്റോ എനിക്ക് കിട്ടി. അപ്പോൾ അത് വീട്ടിൽ എൻ്റെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെണ്ണ് കാണാൻ ചടങ്ങിനാണോ അതോ അതിന് ശേഷം എപ്പോഴോ എൻ്റെ മൊമെൻറ്റോസ് ഇങ്ങനെ നോക്കി പറഞ്ഞു, അയ്യോ ഇത് ഞാൻ ഡിസൈൻ ചെയ്ത. നമ്മളിവിടെ നിന്ന് ആ സമയത്ത് MG യൂണിവേഴ്സിറ്റി കലോത്സവം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് നിന്നൊക്കെ പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ സംഭവമാണ് നിലവ് മൊമെന്റോ. അപ്പോഴാണ് അറിയണേ ആ കലോത്സവത്തിന് അവിടെ സംഘാടകനായിട്ട് ഇവിടെ നമ്മൾ കുറച്ച് പേര് ഇവിടെ നിന്ന് പോയിരുന്നു. ഞാൻ പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ അല്ലേ, അന്നൊന്നും അറിഞ്ഞൂടാ. ഞാനത് ആരൊക്കെ പാടിയെന്നോ എന്തൊക്കെയാണെന്നോ ഉള്ളതെന്ന് പറഞ്ഞു. നമ്മളെ മുഴുവൻ പരിപാടികളുടെയും ഒരു സംഘാടനമായിട്ട് വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കേരള സർവകലാശാല കലോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തപ്പോൾ. അദ്ദേഹമാണ് വിളിച്ചുകൊണ്ട് പോയത്. ഏറ്റവും പാഷൻ അത് തന്നെയാണ്. അതെ. ഞാൻ പാട്ടുകാരി ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് വന്നു. പക്ഷെ അതല്ലെങ്കിൽ പോലും വേറെ ആർട്ട് എന്ന് പറഞ്ഞൊരു സംഭവത്തിനോട് ഭയങ്കരമായിട്ട് അതെ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തോ ഒരു ചിലവർക്ക് തലയിലെഴുത്തെന്ന് പറയില്ല. എന്നാൽ നേരെ ഒരു പടം വരയ്ക്കാൻ അറിഞ്ഞൂടെ, പാട്ട് പാടാൻ അറിഞ്ഞൂടെ, മനസ്സിലായില്ലേ? പക്ഷെ നമുക്കിതൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ താല്പര്യവും, നമുക്കിതൊക്കെ കണ്ട് അത് അവസാനം ഇതിൻ്റെ ഒരു സക്സസ്ഫുൾ ഇതാകുമ്പോഴത്തേക്ക് അതിലൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതാണ് അത്. പക്ഷേ ഈ പാട്ടുകാരി ഭാര്യയായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ സ്വാഭാവികമായി അത് തന്നെയായി ജോലി. ഈ ഭാര്യ എപ്പോഴും പ്രശസ്തിയുടെ ഒരു വലിയ വെളിച്ചത്തിലാണ് നിൽക്കുന്നത്, ഭർത്താവ് എപ്പോഴും പിന്നിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഇടയിൽ എപ്പോഴും ഈഗോ വർക്കൗട്ട് ഒരിക്കലുമില്ല. ഈഗോ ഒരിക്കലുമില്ല. അതിൻ്റെ ഏറ്റവും ഒരു സക്സസ് എന്ന് പറയുന്നത് ഇപ്പം ചോദ്യം ആ ഈഗോ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഇതിലില്ല. കാരണം എൻ്റെ ഹസ്ബൻഡും മോനും അവരേറ്റവും പ്രൗഡാവണത് ഇപ്പം എൻ്റെ രാജലക്ഷ്മിയാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നതിൽ, രാജലക്ഷ്മിയാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും ഏറ്റവും പ്രൗഡാണ്. അവിടെ വേറൊരു ഇത് വരുന്നില്ല. രാജലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും നമുക്ക് ഒരു ഇത് പറഞ്ഞത്. പെട്ടെന്ന്
അഭിരാം എന്ന് പറയുന്നതിനേക്കാളും രാജലക്ഷ്മിയുടെ ഭർത്താവ് അഭിരാം എന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഭാവിയിൽ എൻ്റെ മകൻ ഒരു വളർന്ന് പ്രശസ്തനാകുമ്പം ആരിൻ്റെ അച്ഛനാണെന്ന് പറയണതാണ് എൻ്റെ അഭിമാനം. അങ്ങനെ ഒരു ഇതുള്ളൂ. ഗാനരംഗത്ത് പ്രശസ്തയായ രാജലക്ഷ്മി വീട്ടിലെത്തുമ്പോൾ നല്ല പാചകക്കാരിയാവുന്നു. എന്താണ്? എനിക്ക് പാചകവും ഈ ഹോം മേക്കിംഗ് ഒക്കെ വളരെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ്. എന്നാലും അതിലേക്ക് നമുക്ക് അതും ഒരു കലയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ചെറിയ പ്രായം തൊട്ടേ വീട് വൃത്തിയാക്കി വയ്ക്കുക, പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുക, വയസ്സായവരെ ശുശ്രൂഷിക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വീട്ടമ്മ കൂടിയാണല്ലോ. വീട്ടമ്മ ഇപ്പോൾ പാട്ടും ഇതൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് പാട്ട് പോലെ തന്നെ സുന്ദരമാണ് അവിടെ പാചകം. പിന്നെ ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കുമല്ലോ. അതെ, സ്വന്തമായി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഭക്ഷണം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അതാണ്. പിന്നെ നമ്മൾ കൂടുതലും വീട്ടിലെ ആഹാരമാണ് പ്രിഫർ ചെയ്യുക. അപ്പം ഞാൻ തന്നെ ഇപ്പം ഇവർക്ക് രണ്ടുപേർക്കും വേറെ എവിടെ പോയാലും ആഹാരം പിടിക്കില്ല. അമ്മ ഉണ്ടാക്കി തരണമെന്ന് ഇവനും പറയും, രാജി ഉണ്ടാക്കണ ഫുഡ്. അവൻ മന്തിയൊക്കെ കഴിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ അത് ഇപ്പോൾ 1 വർഷം കൊണ്ട് അവൻ്റെ ശരീരം കാണാറുണ്ട്. അമ്മയെ കുറിച്ച് മോൻ എന്താണ് പറയുന്നത്? അമ്മയെ കുറിച്ച് പറയുന്ന പറഞ്ഞാൽ അമ്മ ജസ്റ്റ് ഒരു അമ്മ എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബോണ്ട് ചെയ്യണം അമ്മയായിട്ടാണ്. അമ്മയായിട്ടാണ് വെളിയിൽ പോകുന്നത്, അമ്മയായിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്, കറങ്ങാൻ പോകുന്നത്, ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഏറ്റവും ജോളി അടിക്കുന്നതൊക്കെ അമ്മയോടെയാണ്. അപ്പം എനിക്കിങ്ങനെ വെളിയിൽ പോകേണ്ട ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴൊക്കെ അമ്മയുടെ പോണ വൈബ് കിട്ടാറില്ല. അമ്മയുടെ കൂടെ വണ്ടി കയറി ഓരോ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കും. നമ്മുടെ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂരാണല്ലോ പഠിക്കുന്നത്, അതുകൊണ്ട് അവിടെ ഇരുന്നിങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അമ്മ എന്തെടുക്കണാവോ അമ്മയുടെ ഓരോ പാട്ടിടും. അപ്പം അമ്മേനെ മിസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് ദൂരെ ദൂരെയാണ്. ദൂരെ ദൂരെ ആഴി പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ ആരൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി ആഴം കാണാത്താഴ്വാരങ്ങൾ. അതിവൻ ആ പാട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു കോൾ വരും, അമ്മേ ഞാൻ ദൂരെ ദൂരെ കേൾക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ടാഗ് ചെയ്തൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ അവനായിട്ടൊരു പ്രത്യേക ബോണ്ടുണ്ട്. കാരണം അവൻ എൻ്റെ എത്രയാണ് 21 22 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ജനിച്ചതാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു അമ്മ എന്നുള്ളതിൽ കൂടുതൽ ഉപരി ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു സംഭവമാണ് പണ്ട് തൊട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പം അമ്മയുടെ അടുത്ത് സ്കൂളിൽ ആരെങ്കിലും എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞാലോ അവരിത് പറഞ്ഞു അവരത് പറഞ്ഞു എന്നൊക്കെ അമ്മയുടെ അടുത്താണ് ഒന്ന് പറയുന്നത്, അമ്മ അവരിത് പറഞ്ഞായിരുന്നു, അപ്പം ഇവരിപ്പോൾ അങ്ങനെയായി, അങ്ങനെ ഇപ്പം അമ്മ ഇങ്ങനെ പറയാം ആണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരിക്കലും ഇങ്ങനെ കാര്യം പറഞ്ഞ അമ്മ എങ്ങനെ എടുക്കുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് അമ്മ എപ്പോഴും ഒരു ഓപ്പൺ സ്പേസ് ഫോർ ഇൻട്രാക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അമ്മയുടെ പാട്ടിനെ പറ്റി പറയാൻ ഞാനാരുമല്ല. അമ്മ പാട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? പിന്നെ അത് ശ്രമിച്ച് ഞാൻ തോറ്റു, അത് വേണം പറയാൻ. പരാജയപ്പെട്ട ഒരേ ഒരു കാര്യം എന്നുവെച്ചാൽ പാട്ടവന് നല്ല ഒരു ജന്മവാസന ഉണ്ട് സംഗീതത്തില്. പക്ഷെ അവൻ പാട്ട് പഠിപ്പിക്കാനൊക്കെ ചേർത്തു. കീബോർഡ് ഒരാളുടെ ഇൻട്രസ്റ്റ് ആണ്, പേഴ്സണൽ ചോയ്സ് ആണ്. അതിന് നമ്മൾ തല്ലിപ്പഴിപ്പിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ അമ്മ എന്നെ പാട്ടിൽ കൊണ്ടുവന്നത്, എൻ്റെ ചേട്ടൻ നന്നായി പാടുമായിരുന്നു, പക്ഷെ ചേട്ടനെ പാട്ടുകാരനാക്കിയില്ല എന്നുള്ളതിൻ്റെ കാരണം എനിക്കതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമ്മ എന്നെ ആ വഴിയിലേക്ക് കൊണ്ടു. അതുപോലെ ആര്യന് ഇൻട്രസ്റ്റ് ഇനി ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ, മ്യൂസിക്കിലേക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവന് മ്യൂസിക്കിലേക്ക് വരാം. ഇതുവരെ അവൻ മ്യൂസിക്കിനെ അവൻ്റെ ഒരു എന്താ പറയുക, അവൻ്റെ പാഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അവൻ്റെ എപ്പോഴും അവൻ മ്യൂസിക് ഉണ്ട്, അവൻ എപ്പോഴും എന്നെക്കാട്ടിയും കൂടുതൽ പാട്ട് കേൾക്കണം അവനാ. പക്ഷെ അത് പ്രൊഫഷൻ ആക്കുമോ അല്ലോ അതൊരു ഇതിലേക്ക് കൊണ്ടുവരുന്നുള്ളത് അത് അവൻ്റെ ഇതാണ്. ഞങ്ങളുടെ പാർട്ട് ചെയ്തിട്ടുണ്ട്. അവനെ പാട്ട് പഠിപ്പിക്കുക, അവന് വേണ്ട സൗണ്ട് എൻജിനീയറിങ് ഇഷ്ടമാണെങ്കിൽ അതിന് വേണ്ട സെറ്റിങ്സ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ഞങ്ങൾ ചെയ്തു. പിന്നെ
ഇനി അവനിപ്പോ വേറെ കുറച്ച് ഇൻട്രസ്റ്റുകളൊക്കെയാണ് ഉള്ളത്. അച്ചോടനെ മറ്റേ ഓ ഇതൊക്കെ എന്ത് എന്നുള്ള സീൻ. പാട്ട് പാടാം. അപ്പൊ ഇതായ അത് ഓണാണെന്നേ. ഓണാണ് പല്ലവിയും തുടങ്ങൂ. വരിയോ ചന്ദ്രപ്പളും ശ്രുതി മണിമാല മണിമാല കല്ലുമാല ശംഖുമാല. അല്ല ശംഖുമാല ഓ ശംഖുമാല കന്യാകുമാരിയിലെ കല്ലുമാല. മതിയാ ഇത് കൊള്ളാം. മതി. MBS ഭയങ്കര ആരാധകനാണ്. വയലാർ MBS റയർ കോമ്പിനേഷൻ ആണ്. MBS ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AKGയുടെ പ്രൈവറ്റ് സെക്രട്ടറി. MBS ആണ് ഈ സംഗീത കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ചെന്നൈ മ്യൂസിഷ്യൻസ് യൂണിയൻ എന്ന് പറഞ്ഞ് ഒന്ന് ഉണ്ടാക്കിയതും അതാണ് ഇപ്പോഴും നിലനിൽക്കുന്നതും കലാകാരന്മാർക്ക് പൈസ കിട്ടുന്നതും അതുകൊണ്ടാണ്. MBS AKG അവിടെ AKGയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ. പാകിസ്ഥാനി ആണ് കല്യാണം കഴിച്ചത്. സൈഫുദ്ദീൻ അങ്ങനെ എന്തിനാണ് പേര്. അതായത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചോട് അദ്ദേഹം പറഞ്ഞ് നീ ഇവിടെ നിൽക്ക, എൻ്റെ പ്രദേശം എൻ്റെ PA ആയിട്ട് നിൽക്കണ്ട, പോയി നിന്റെ അവിടെയുള്ള ആൾക്കാരെ നിങ്ങളെ സ്ഥലത്തുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് വന്ന് ചെന്നൈ മ്യൂസിഷ്യൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ ജാസിയുടെ മാനേജറെ സംബന്ധിച്ച് ചെന്നൈ മ്യൂസിഷ്യൻസ് യൂണിയനിൽ നമ്മൾ പൈസ അടച്ചിരുന്നു. ആ റെസിപ്റ്റ് എൻ്റെ ഇവിടെ കാണും. MBS എന്ന് പറഞ്ഞാൽ MBS, ONV, വയലാർ അങ്ങനെയുള്ള കുറച്ച് വീക്ക് പോയിന്റ്സ് ഉണ്ട്. ഭാസ്കർ മാസ്റ്ററിലാണ് ആ ഒരു സംഭവം തുടങ്ങുന്നത്. ഭാസ്കർ മാസ്റ്ററാണ് ഇവരുടെ എല്ലാം ഒരു തലതൊട്ടപ്പൻ. മാസ്റ്റർ കഴിഞ്ഞിട്ട് മാസ്റ്റർ ഇത് പിടിച്ച് രാഗമാസ്റ്ററാണ് വയലാറിൻ്റെ തുടങ്ങിയത്. സംസ്കൃതം തന്നെ മലയാളം എഴുതിയത്. ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം. ഇതെല്ലാവരും പറയണ കാര്യമാണ്. ഇതെല്ലാവരും പറയണമെന്ന്. ആര്? ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ല. ഒരുപാട് പേര് പറയണം. ഇത് കാണുന്ന അമ്മ നിങ്ങൾക്ക് മനസ്സിലല്ലേ ഞാൻ ഏട്ടന് സഹിക്കണത് എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു. അല്ല അത് മണിമാല മണിമാല എന്തെങ്കിലും രണ്ടുമൊക്കെ പറയാം. ഇങ്ങനെയാണ് ഞാൻ സഹിക്കണ ആ ഒരു കുതിരപ്പവൻ. കുതിരപ്പവൻ എനിക്ക് കയറണമെന്ന് അപ്പോഴേ നീ എനിക്ക് ഇത് പറഞ്ഞ താളം ശംഖുമാല കിട്ടിയില്ലേ? റെഡി 1 2 3 4 ചന്ദ്രപ്പളുങ്കു മണിമാല മണിമാല ശംഖുമാല ഓ ശംഖുമാല കന്യാകുമാരിയിലെ കല്ലുമാല. ഷാജി പാടി തുടങ്ങിയിട്ട് 30 വർഷമാവുന്നു ഏകദേശം ഈ വർഷം. കാരണം അത്ര ചെറുപ്പത്തിലേ പാടിത്തുടങ്ങി. ഇത് ഹാജി പാടി ആദ്യത്തെ പിന്നെ അവളുടെ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് രാഘവ മാസ്റ്ററായിരുന്നു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സ്വാമി മുദ്ര എന്ന് പറഞ്ഞിട്ട് PC അരവിന്ദ മാസ്റ്റർ എഴുതിയിട്ട് അതിനകത്ത് സ്വാമി മുദ്രയിൽ രാജി ഇരുമുടി എടുത്തെന്ന് പറഞ്ഞൊരു പാട്ടിനകത്ത് ബിജു നാരായണൻ രാജ്യം കൂടെയാണ് അത് ഡുവറ്റ് പാടിയിരിക്കുന്നത്. ആ പാട്ട് ഇറങ്ങിയിട്ട് 30 വർഷമാകുന്നു. അപ്പോൾ അതാണ് പിന്നെ ആദ്യൊരു എക്സ്പീരിയൻസ് 30 years ഓഫ് സിംഗിങ് അല്ലേ. 30 വർഷം. ബേബി രാജലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അറിയാം. ഒരു 7-8 വയസ്സിനകത്ത് 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോൾ 6ൽ പഠിക്കുമ്പോൾ 6ലോ 7ലോ. അത് കഴിഞ്ഞിട്ടാണ് ഒരു കൊച്ചു സ്വപ്നം ജാനകി അമ്മയുടെ 8 പാട്ട് അല്ലേ. ആക്ച്വലി ഇപ്പം എല്ലാവർക്കും മനസ്സിലായിണ്ടാകും എൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്ന് മനസ്സിലായി. എൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെയാണ്. അത് അമ്മ ഇതിനകത്ത് കല്യാണം കഴിഞ്ഞിട്ട്
എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അലമാര നിറച്ച് ട്രോഫീസ്. അതായത് ഇവള് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള ഇത്ര ഉള്ളൊരു പിന്നെ പിന്നെ ട്രോഫി മുതൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഇത്ര ഉള്ളൊരു ട്രോഫി, അത് മുതൽ മുഴുവൻ ട്രോഫികളും, പിന്നെ രാജ്യയുടെ പേപ്പറിൽ വന്ന ചെറിയ ഒരു 5 സെൻറ്റിമീറ്റർ വാർത്ത അടക്കമുള്ള പിന്നെ വാർത്ത, അത് ഇപ്പോഴും അമ്മ എന്നെ ഏൽപ്പിച്ച സാധനം ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യണം. അല്ല, അന്നത്തെ കാലത്ത് പത്രത്തിലൊരു ഫോട്ടോ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാനും അമ്മയും ഞങ്ങളെപ്പോഴും തനിച്ചാണ്, നമുക്ക് വേണ്ടി പറയാൻ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഒരു തവണ ഒരു കലോത്സവത്തിന് പ്രൈസ് കിട്ടിയപ്പോൾ അമ്മ മാതൃഭൂമി, കലൂരുള്ള എറണാകുളത്തെ മാതൃഭൂമി ഓഫീസിൽ എത്ര തവണ അമ്മ അവിടെ കയറി ഇറങ്ങിയെന്നറിയില്ല ഇങ്ങനൊരു ഫോട്ടോ ഇടണമെന്ന് പറയാൻ. അങ്ങനെ അവസാനം നമ്മുടെ ഒരു ജയകുമാർ എന്ന് പറഞ്ഞ ജയചേട്ടൻ വിളിച്ച് പറഞ്ഞത് വന്നു. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം പറയുകയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഒരു ഭൂരിഭാഗം പേരും പത്രപ്രവർത്തകരാണ്. അങ്ങനെ പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താമസം. അപ്പോൾ അത്രയും എനിക്കത് അതിശയമായിട്ട് തോന്നി. കാരണം ഇപ്പം മനോരമയും മാതൃഭൂമിയും എല്ലാ നമ്മുടെ ലീഡിങ് ആയിട്ടുള്ള എല്ലാ മീഡിയയിലെയും ടോപ്പ് പൊസിഷനിലിരിക്കുന്നവർ മുതൽ അങ്ങറ്റം വരെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, ഏട്ടൻ്റെ സുഹൃത്തുക്കളാണ്. അവർ എന്തൊരു വാർത്ത വന്നാലും ഇപ്പോൾ എൻ്റെ ആദ്യം ഉൾപ്പെടുത്തും, ഞാനുണ്ടെങ്കിൽ ആ വാർത്ത അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. അപ്പോൾ അന്ന് തൊട്ടേ അമ്മ സൂക്ഷിച്ചിരുന്ന പേപ്പർ കട്ടിങ്സൊക്കെ ഏട്ടന് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ കറക്റ്റായിട്ട്, എൻ്റെ ഒരു ഹിസ്റ്ററിയും എനിക്കറിയില്ല, അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി സ്വാമി മുദ്ര കിട്ടിയത് എനിക്കറിഞ്ഞൂടെ. ആ പാട്ട് ഞാൻ പാടിപ്പോയെങ്കിലും അതെവിടെ ഉണ്ടാവും. അങ്ങനെ കഴിഞ്ഞ ദിവസം മോൻ സ്പോട്ടിഫൈന്ന് ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ട് വേറൊരു സിംഗർ, എൻ്റെ പേരുള്ള വേറൊരു സിംഗറിൻ്റെ പേരിലാണ് ക്രെഡിറ്റ് കിടക്കുന്നത്. പക്ഷെ അവനത് തപ്പിയെടുത്ത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ ഇതാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. അപ്പം തൊട്ട് ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ 30 വർഷം ഒഫീഷ്യലി 30 വർഷമായി പാടിയിട്ടെന്ന് തെളിയിക്കുന്ന പാട്ട് കിട്ടി ഇന്ന്. ആ പാട്ട് അത് റീപ്രിന്റ് 97 ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് 93-4 ഇറങ്ങിയതാണത്. എനിക്ക് അതായത് അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും പാടിയതാണ്. ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവൾ ഡിസർവ് ചെയ്ത സ്ഥലത്തിലേക്കൊന്നും എത്തിയിട്ടില്ലെന്ന് വേണം എനിക്ക് പറയാൻ. രാജിയെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ ഒരു മുകളിലോട്ട് വരേണ്ടുന്ന സിംഗറാണ് അവളുടെ കപ്പാസിറ്റി വെച്ചിട്ട്. അത് അവാർഡ് കിട്ടിയ എൻ്റെ ആദ്യത്തെ MJ ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് രാജലക്ഷ്മിയൊക്കെ ഇത്രയും നാൾ പാടാതെ വെളിയിൽ നിന്നു പോയെന്ന്. അതുകൊണ്ട് എന്തായാലും നമ്മൾ നിലവിലുള്ളതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്, അല്ലേ? തീർച്ചയായിട്ടും. അതെ. JD സിംഫണിയുടെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. വളരെ എന്താ പറയുക, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും, അല്ലേ? ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്നിട്ട് കുറച്ച് നാളായി. അപ്പം എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു, ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒന്ന് അടിച്ചു പൊളിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും JD സിംഫണിയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ. തുടങ്ങണമിനി പൂര ഇനി അറുമുഖനുടെ കാലം, നടത്തെരു വിളക്കണ പൊടി പൊടിക്കണ കളഭ കുങ്കുമത്തിമില മദ്ദളം, ശരവണ മുരുകനുക്ക് ഷൺമുഖ മുരുകനുക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം. അപ്പം അമ്മ എന്നോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ രാഘവ് മാസ്റ്റർ ആരാണെന്ന് അറിയാമോ, ഇത്രയും പാട്ടുകൾ ചെയ്ത വലിയ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലൊരു മുത്തശ്ശനുണ്ട്, അപ്പോൾ എൻ്റെ ഒരു മുത്തശ്ശനെ പോലെയാണ് അന്ന് എനിക്ക് തോന്നിയത്. അങ്ങകലയായി സൂര്യനെരിഞ്ഞ നിമിഷം മേലെയായി മേഘം മങ്ങിയോ. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയുടെ കുട്ടിക്കാലം ഒക്കെ പ്രൊഫഷണലായിട്ട് ഗാനമേളകളിലും നാടകങ്ങളിലും ഒക്കെ പാടുമായിരുന്നു. അന്ന് നമ്മൾ വാല്യൂ ചെയ്യുന്നത് പാട്ടിൽ മാത്രമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. വേറൊരു മാനസിക നിലയിലേക്ക് പോയിട്ട് അതിൻ്റെ അമ്മ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, രാജലക്ഷ്മി ഒന്ന് മോളോട് സംസാരിക്കും, ഈ ഫുൾ ടൈം ഈ കുട്ടി ഈ പാട്ടാണ് കേൾക്കുന്നത്,